നമുക്കിന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് റവ ഇഡ്ഡലിയാണ്, ഇൻസ്റ്റൻറ്റ് റവ ഇഡ്ഡലി. അതിനായിട്ട് പാൻ ചൂടായി വന്നപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ്ക്ക് അകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. അതൊന്ന് കളർ മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതെടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിൽ തന്നെ നമ്മൾ 1 ഗ്ലാസ് റവ, ഉപ്പുമാവ് റവ ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ക്ലിപ്പ് എനിക്ക് നഷ്ടപ്പെട്ട കാരണം ഇടാൻ പറ്റിയില്ല, സോറി കേട്ടോ. അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ റവ ചൂടാക്കി എടുക്കണം. ചൂടാക്കിയ റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ ഗ്ലാസ് റവ എടുത്ത അതേ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് തൈര്, ആവശ്യമുള്ള ഉപ്പ്, മല്ലിയില, കരിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടെ ഒഴിച്ച് നമ്മൾ തൈരും കൂട്ടി മിക്സ് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് തിക്കായിട്ട് ആയിരിക്കും ഇരിക്കുന്നത്. നമുക്ക് ബാക്കി കൂടെ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. എടുത്തു കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കുറേ ക്ലിപ്പുകളൊക്കെ നഷ്ടപ്പെട്ടു. എന്നാലും പിന്നെ ഇത് അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചത്. മനസ്സിലാകും നമുക്ക്. അത് കാരണം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ഒരു 15 മിനിറ്റ് നേരം ഒന്ന് കുതിരാനായിട്ട് വയ്ക്കാം. റവയല്ലേ, കുതിരണമല്ലോ. അപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ ഇത് കുറച്ച് വെള്ളം കൂടെ വേണ്ടി വന്നിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് ഞാൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം ഈനോ പൗഡർ ചേർക്കുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ടല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട്. ഇതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അത് ചേർത്താലും മതിയാവും. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഈനോയുടെ കൂടെ. എന്നിട്ട് നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എപ്പോഴാണോ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങുന്നത് ആ സമയത്ത് വേണം ഈനോ ചേർത്ത് കൊടുക്കാനായിട്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളച്ച് വന്നപ്പോൾ വെച്ച് കൊടുത്തു. 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ എടുത്തതിന് ശേഷം നല്ല സൂപ്പറായിട്ടുള്ള ഇഡ്ഡലി ഇതുപോലെ തയ്യാറാക്കാം. പെട്ടെന്ന് നമുക്കൊരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇഡ്ഡലി ഇതുപോലെ തയ്യാറാക്കാൻ പറ്റും. ഡിന്നറിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ എടുക്കാവുന്നതാണ്. കണ്ടല്ലേ, അപ്പോൾ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി എനിക്ക്. ക്ലിപ്പ് അതിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പം സാമ്പാറോ അല്ലെങ്കിൽ ചട്നിയോ ഒക്കെ കൂട്ടി നമുക്കിതിന് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം. പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കാറുള്ളത്. മറ്റൊരു വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം.